ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഒന്ന് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്തൊന്ന് ഇടാനൊന്ന് വഴുകി. അപ്പോൾ വീഡിയോ എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ചെടികൾ നിറയെ പുല്ല് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വെയിലിന് നമുക്കൊന്നൊരു തണൽ പോലെ കിട്ടാൻ ചെറിയൊരു ഒന്ന് രണ്ട് ചെടികളൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടിട്ട് കലാത്തിയ ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് ഇതാ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, നല്ല പച്ച കളറായിട്ടുണ്ട്. അതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ആ ചെടിയും, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതും നന്നായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ പുതിയ കുറച്ച് ചെടികളോടി വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചട്ടിയിൽ വെച്ച ചെടികളൊക്കെ ഒരുപാട് വെയിൽ കിട്ടിയിട്ട് അതിനൊക്കെ ഇലകളൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു തണൽ പോലെ നിൽക്കാൻ പറ്റിയ കുറച്ച് ചെടികളാണ് കേട്ടോ, തൈകളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെള്ളത്തിൻ്റെ ക്ഷാമവും വെയിലും കൂടി ആകുമ്പം ചെടികൾ ഈ ഇലച്ചെടികളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ കുറച്ചൊരു തണൽ പോലെ കിട്ടുന്ന ചെടികളൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. ഇതങ്ങനെ ഉയർന്നു പോകുന്നൊരു ചെടിയാണ് കേട്ടോ. വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി, ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിങ്ങനെ കുറച്ച് വളർന്ന് അങ്ങോട്ട് പോകും. അപ്പം പിന്നെ നല്ലൊരു തണൽ പോലെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരു 5-8 തൈകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുല്ലും നനവ് കിട്ടുന്നതും നല്ല വെയിലും കാരണം പുല്ല് നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് വാങ്ങിക്കൊണ്ടുപോയി വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. അത്രയും നല്ല വെയിലാണ് ഇവിടെ. ഇലകളൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഈ വെയിലിന് പറ്റിയ ചെടികളാണ് കേട്ടോ നമ്മുടെ കടലാസ് പൂവ്. നന്നായിട്ട് വളരും, നല്ല തിക്കായിട്ട് പൂവും നല്ല ഭംഗിയായിട്ട് നന്നായിട്ടുണ്ട്. ചെറിയ തൈകളാണെങ്കിലും ഒക്കെ നല്ല വെയിലും നല്ല വെള്ളവും കിട്ടുന്നത് കാരണം കടലാസ് പൂവ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ചെടികളൊക്കെ ഒന്ന് വയ്ക്കാൻ വേണ്ടി നമ്മളാണെങ്കിൽ വിക്കാസ് എടുത്ത് കൊത്തിയിട്ട് പോലും പറ്റുന്നില്ല കേട്ടോ. മണ്ണൊക്കെ നന്നായിട്ട് ഉറച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മാന്തി കിളച്ചെടുത്ത് ഒക്കെ ഓരോന്നിനും ഓരോ കുഴിയൊക്കെ എടുത്ത് വെച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മളിതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കടലാസ് പൂവ് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് ചെറിയൊരു തൈയാണ്, അതിൽ നിറയെ പൂവുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഇതിൻ്റെ ആ ഭംഗിയൊക്കെ പോവും. അങ്ങനെ ഇതേ ഇങ്ങനെ ഒരു 5-8 കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തുള്ള ചെടികളും പുല്ലും ഒക്കെ മാറ്റിയിട്ട് അങ്ങനെ കുഴിയൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഓരോ ചെടിയും അതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. പിന്നെ ആ ചെടി വെക്കുമ്പം തന്നെ നന്നായിട്ട് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് ചെരിച്ചവറും വളവും ഒക്കെ കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. നന്നാക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളെടുത്തിരിക്കുന്ന അതിൽ ആ കവറൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം അങ്ങനെ അതിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. മാത്രമായിട്ട് കുഴച്ചാൽ മുറിയില്ലല്ലോ, എനിക്ക് ഞാൻ മുറിച്ചതരാം. നിശ്ചലായിട്ടാണ് മുറിക്കാൻ. ഒന്നും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കണില്ല. അപ്പോൾ അത് അതിൻ്റെ കവറൊക്കെ മാറ്റി ഇങ്ങനെ റെഡിയാക്കി നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. പിന്നെ അതിന് വളമൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോ ചെടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞായറാഴ്ച രാവിലെ തുടങ്ങിയതാണ്, പക്ഷേ നല്ല വെയിലായിരുന്നു കേട്ടോ. ചെടിയൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേക്ക് തന്നെ തുടങ്ങും നല്ലൊരു എന്താ പറയുക നന്നായിട്ട് വെയിൽ വരാൻ. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെടിയുടെ പുല്ലൊന്നും പറിക്കാൻ അങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല. വൈകുന്നേരം അങ്ങനെ തന്നെയാണ്. ഒരു 5 മണി ആയി കഴിഞ്ഞാലും ആ വെയിൽ അങ്ങോട്ട് പോയില്ല. ഈ ഒരു 2-3 മാസം മാത്രം. പിന്നെ അങ്ങനെ സൂര്യൻ്റെ ഇതിനനുസരിച്ച് അങ്ങനെ വെയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ചെടിയും വെച്ച് കഴിഞ്ഞു കേട്ടോ. എല്ലാം മണ്ണിലിറക്കി വെച്ചു. അവിടെയുള്ള പുല്ലുകളും ഒക്കെ മാറ്റി. പിന്നെ വിഷുവിൻ്റെ അന്ന് പടകം പൊട്ടിച്ചിട്ടാണെങ്കിൽ
നന്നായിട്ട് പേപ്പറും കടലാസും ചണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ ചെടി ഒന്നിങ്ങനെ ഇടയിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് നനച്ചു. കൂടുതൽ നിന്ന് നനയ്ക്കാൻ നമുക്ക് കാല് പൊള്ളിയിട്ട് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അങ്ങനെ വെയിലാണ്. പിന്നെ തണലായിട്ട് തോന്നാൻ വലിയ തരത്തിലുള്ള എന്തെങ്കിലും വലിയ മരങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വേരിറങ്ങിയിട്ട് മതിലിന് പൊട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ മതിൽ പൊട്ടി അങ്ങനെ മാറ്റിയൊക്കെ റെഡിയാക്കിയതാണ്. അതുകൊണ്ട് വലിയ തണലായിട്ട് വരുന്ന വലിയൊരു മരമായിട്ടുള്ളതൊന്നും അവിടെ വയ്ക്കാനും പറ്റില്ല. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് നനച്ചൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് സഞ്ജും ബോബിയേട്ടനും ഈ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് വൈകിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചയ്ക്ക് നന്നായിട്ടൊന്നും നനയ്ക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വൈകിട്ട് നന്നായിട്ടൊന്ന് നനച്ചു. അപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പം മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടോടെ ചെയ്തേക്കണേ.